സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച സുപ്രധാനമായ ഒരു വിധി അനുസരിച്ച് ഉത്തർപ്രദേശിൽ ഹിന്ദുക്കളെ വ്യാപകമായി ക്രിസ്തുമതത്തിലേക്ക് മതം മാറ്റിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന 5 കേസുകളുടെ FIRകൾ റദ്ദാക്കപ്പെട്ടു. ക്രിമിനൽ നിയമങ്ങൾ നിഷ്കളങ്കരായ ആളുകളെ ഉപദ്രവിക്കുവാനുള്ള ആയുധങ്ങളാക്കരുതെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. ഇത് സംബന്ധിച്ച വാർത്ത ഞാൻ ഇന്നലെ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ വിധിക്കകത്ത് അതിസുപ്രധാനമായ മറ്റൊരു കാര്യം കൂടെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തട്ടെ. ഇന്ത്യയിൽ ധാരാളം ക്രിസ്ത്യൻ NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്രിസ്ത്യൻ NGOകൾ വിദേശ ഫണ്ട് സ്വീകരിക്കുകയും ഇന്ത്യയിൽ ചാരിറ്റി പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആതുര സേവനവും ഒക്കെ നടത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ BJP ഗവൺമെന്റിന്റെ 3 ടേമിലെ ഭരണകാലഘട്ടത്തിനിടയിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ NGOകളുടെ വിദേശ ഫണ്ട് സ്വീകരിക്കുവാനുള്ള FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടു. അങ്ങനെ നിരവധി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതായി എന്നുള്ളത് സമകാലികമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ വിധിക്കിടയിൽ കോടതി നിരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. NGOകൾ വിദേശ ഫണ്ട് സ്വീകരിച്ച് മതത്തിന്റെ പേരിലാണെങ്കിൽ പോലും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ തടയാൻ പാടില്ല. അത് ശിക്ഷിക്കപ്പെടുവാൻ യോഗ്യമായ കുറ്റമായി കരുതുവാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി ഈ വിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഇന്ത്യയിലെ മൈനോരിറ്റിക്കെതിരെ, പ്രത്യേകിച്ച് ക്രിസ്തീയ മൈനോരിറ്റിക്കെതിരെ നടത്തുന്ന മതപരമായ എതിർപ്പുകൾക്കിടയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ എടുക്കുന്ന, ക്രിസ്തീയ സഭകൾക്കെതിരെ എടുക്കുന്ന, ക്രിസ്തീയ പ്രവർത്തകർക്കെതിരെ എടുക്കുന്ന കേസുകളിൽ നേരിട്ടിടപെടുകയും നിയമസഹായം നൽകുകയും ചെയ്യുന്ന ADF എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ നേതൃത്വത്തിലുള്ള സിജു തോമസ് എന്ന് പറയുന്ന മലയാളി അഡ്വക്കേറ്റ്, അദ്ദേഹം ഇത് സംബന്ധിച്ച് കേസിനെ കുറിച്ച്, അതിനകത്തുള്ള ഈ പ്രത്യേക വകുപ്പിനെ കുറിച്ച്, ഈ പ്രത്യേക കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു വോയിസ് നോട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായി കേൾക്കുക. ഇന്ത്യയിലെ മുഴുവൻ ക്രൈസ്തവ പ്രസ്ഥാനങ്ങളെയും സഭാ പ്രസ്ഥാനങ്ങളെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അവർക്ക് പ്രയോജനപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് കോടതി ഈ വിധിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ 2021 നടപ്പാക്കിയ നിയമവിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ മതപരിവർത്തനം തടയൽ നിയമപ്രകാരമുള്ള കേസുകളാണ് സുപ്രീം കോടതി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച റദ്ദാക്കിയത്. ഹിഗിൻബോട്ടം കാർഷിക സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഡോക്ടർ രാജേന്ദ്ര ബിഹാരി ലാൽ എന്ന റവറൻഡ് RB ലാൽ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പേർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. നടപടിക്രമങ്ങളിലെ പിഴവുകളും തെളിവുകളുടെ അഭാവവും കാരണം ദുർബലപ്പെട്ട കേസുകളാണിതെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇത്തരം കേസുകളിൽ നിയമ നടപടികൾ തുടരുന്നത് നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കുന്നത് പോലെയാകുമെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. 2021 ഡിസംബറിനും 2023 ജനുവരിക്കും ഇടയിലാണ് ഇന്ത്യൻ ശിക്ഷാ നിയമവും മതപരിവർത്തനം തടയൽ നിയമവും പ്രകാരം 6 FIRകൾ രജിസ്റ്റർ ചെയ്തത്. പെസഹ വ്യാഴാഴ്ച ദിനത്തിൽ ഒരു സഭയുടെ ചടങ്ങിൽ 90 ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തെന്ന് കാട്ടി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവായിരുന്ന ഒരു വ്യക്തി 2022 ഏപ്രിലിൽ നൽകിയ കേസാണ് ഇതിനാധാരമായി മാറിയത്. പണം നൽകാമെന്ന് വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് മതം മാറ്റം നടത്തിയതെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് പ്രസിഡന്റ് ഹിമാൻഷു ദീക്ഷിത്തിന്റെ പരാതിയിൽ ആരോപിച്ചു. എന്നാൽ സംഭവം നടന്നെന്ന് ആരോപിക്കുന്ന 2022 ഏപ്രിൽ 14 മതപരിവർത്തനം ചെയ്യപ്പെട്ടെന്ന് പറയുന്ന ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. അവർ നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് വിധേയരായിട്ടുമില്ലെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. മാത്രവുമല്ല,
എന്നുള്ളതുമല്ല. ഈ മതപരിവർത്തനത്തിന് വിധേയപ്പെട്ടു അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരാൾ പോലും ഈ കാര്യത്തിൽ സാക്ഷി പറയുവാനോ പരാതിപ്പെടുവാനോ മുൻപോട്ട് വന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ UP ഗവൺമെന്റ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ കുടുക്കുന്നതിന് വേണ്ടി ഒന്നിനു പുറകെ ഒന്നായി 6 FIRകൾ ഇടുകയായിരുന്നു. അതിൽ 5 FIRകളും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ ഇപ്പോൾ ADFന്റെ ഡയറക്ടറായിരിക്കുന്ന അഡ്വക്കേറ്റ് സിജു തോമസ് നമ്മളോട് സംസാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധാപൂർവം അത് കേൾക്കുക. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു വിധിയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. മതപരിവർത്തനത്തിന്റെ പേരിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം കഴിഞ്ഞ ദീർഘനാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിദയനീയമായ വേദനാജനകമായ അവസ്ഥയ്ക്ക് സുപ്രീം കോടതി ഒരു പരിഹാരം വരുത്തുവാൻ പോകുന്നു എന്ന പ്രതീക്ഷയാണ് ക്രൈസ്തവർക്കുള്ളത്. ഒരു കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് വോയിസ് നോട്ടിലേക്ക് പ്രവേശിക്കാം. അതായത് അടുത്ത മാസം നവംബർ മാസത്തിൽ സുപ്രീം കോടതി 12 BJP ഗവൺമെന്റുകളോടും മതപരിവർത്തന നിരോധന നിയമങ്ങൾക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ എന്താണെന്ന് പറയുവാൻ വേണ്ടി ഒറ്റ കേസായി അത് എടുക്കുവാൻ പോവുകയാണ്. അതെടുക്കുമ്പോൾ എന്താണ് ഇന്ത്യയിലെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി പറയുവാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിലെ ക്രൈസ്തവരുടെ പ്രാർത്ഥന, കണ്ണുനീർ ദൈവം കണ്ടിരിക്കുന്നു. അത് സുപ്രീം കോടതിയുടെ വിധികളിലൂടെ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് സ്വതന്ത്രമായി മുന്നോട്ട് പോകുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവകാശം ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു തരുന്നു. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം വീണ്ടും കുറച്ചുകൂടെ ഉറപ്പോടുകൂടെ സുപ്രീം കോടതി അത് നമുക്ക് അനുവദിച്ചു തരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സിജു തോമസിന്റെ ഈ വോയിസ് നോട്ടുകൾ നിങ്ങൾ കേൾക്കുക. ഒരു 3 വർഷം മുമ്പേ 2022 ഒരു പാഷൻ വീക്കിൻ്റെ ആഴ്ചയിൽ ഒരു മോൺഡേ തേഴ്സ്ഡേ ഫത്തേപൂർ ഡിസ്ട്രിക്റ്റിൽ, ഫത്തേപൂർ എന്ന സ്ഥലത്തിൽ തന്നെ UP ഒരു ഇവാഞ്ചലിക്കൽ ചേർച്ചിൻ്റെ ഒരു ബ്രാഞ്ചിൽ വൈകുന്നേരത്തെ വർഷിപ്പ് സർവീസിൽ 10, 100, 120 പേര് വന്ന് ആക്രമിക്കുന്നുണ്ട്. അവർ വന്ന് പുറത്തുനിന്ന് കതവ് പൂട്ടും. എന്നിട്ട് അകത്ത് ഫോഴ്സിബിൾ റിലീജിയസ് കൺവേർഷൻസ് നടക്കുക എന്ന് പറഞ്ഞിട്ട് ആ കോൺഗ്രിഗേഷനിലിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ബുക്ക് ചെയ്തുകൊണ്ട് പോലീസിൻ്റെ കൂടെ കൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുന്നു. അവിടെ ആ ദിവസം തുടങ്ങിയ പ്രൊസീഡിങ്സിൻ്റെ ഒരു പൂർത്തീകരണം, ഒരു കൺക്ലൂഷനാണ് ഇന്നലത്തെ സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ നമ്മൾ കാണുന്നത്. അന്ന് നടന്ന ഇൻവെസ്റ്റിഗേഷനിലും അന്ന് നടന്ന കേസസിലും വളരെയധികം ഒരു കോർട്ടിൻ്റെയും ലോയിൻ്റെയും പ്രോസസ്സിൻ്റെ ഒരു അബ്യൂസ് നടന്ന പല ഡെവലപ്മെൻറ്റ്സ് ആ കേസിൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരായ ബിലീവേഴ്സ്, അവരുടെ കുട്ടികൾ ഗുഡ് ഫ്രൈഡേ, ഈസ്റ്ററിൻ്റെ ആ ആഴ്ചയിൽ ഫാമിലിയോടൊപ്പം ആരാധിക്കാൻ വന്നവർ, വിവിധ സ്റ്റേറ്റുകളിൽ വന്നവർ, അതിനോട് ചേർന്ന് തന്നെ ഇവാഞ്ചലിക്കൽ ചർച്ചിനോട് തന്നെ ചേർന്ന് കിടന്ന ഒരു ഇമാനുവൽ ഹോസ്പിറ്റൽ അസോസിയേഷൻ്റെ ഒരു ഹോസ്പിറ്റൽ, ബ്രോഡ്വെൽ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സ്, ഡോക്ടേഴ്സ്, വേൾഡ് വിഷൻ്റെ സ്റ്റാഫ്, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാഫ്, ഇങ്ങനെ പലരെയും ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ചില ക്രിമിനൽ കേസസ് ആണ് അന്നത്തെ ആ ഇൻസിഡൻറ്റോട് കൂടെ രജിസ്റ്റർ ആകാനിടയായത്. നമ്മൾ ഒരിക്കലും ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ കാണാത്ത ഒരു ഡെവലപ്മെൻറ്റ് ഈ കേസിലുണ്ടായത്, ഒരേ ഇൻസിഡൻറ്റിൻ്റെ മേലെ, ഒരേ ഇഷ്യൂവിൻ്റെ മേലെ ഏകദേശം 5 FIR രജിസ്റ്റർ ആകാനിടയായി. ഒരു കേസല്ല, 5 കേസ് ഓൺ ദ സെയിം ഇഷ്യൂ. ആൻഡ് അതിൻ്റെ പ്രധാന കാരണം, ഫസ്റ്റ് കേസ് രജിസ്റ്റർ ആയപ്പോൾ അതിൻ്റെ ഒരു ബേസിക് റിക്വയർമെൻറ്റ്, UP ആൻറ്റി കൺവേർഷൻ ലോയിൻ്റെ ഒരു ബേസിക് റിക്വയർമെൻറ്റ് ആ കേസ് രജിസ്റ്റർ ആയപ്പോൾ അതിൻ്റെ അകത്ത് മീറ്റ് ചെയ്തില്ല. അതിൻ്റെ റിക്വയർമെൻറ്റ് ഇതായിരുന്നു:
ഒരു വ്യക്തി അഗ്രീവ്ഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആ വ്യക്തി ഫോഴ്സിബിളി കൺവേർട്ട് ചെയ്യപ്പെട്ടു, അല്ല ഒരു അറ്റംപ്റ്റ് ഓഫ് കൺവേർഷൻ ആ വ്യക്തിയുടെ മേലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബന്ധത്തിലുള്ള ബ്ലഡ് റിലേറ്റീവ് അല്ലെങ്കിൽ ബൈ ലോ ഇൻലോസിൽ ആരെങ്കിലും ഒരു റിലേറ്റീവിന് മാത്രമേ അങ്ങനെ ഒരു കേസ്, ഒരു ഫോഴ്സിബിൾ കൺവേർഷൻ്റെ കേസ് അല്ലെ ഒരു അറ്റംപ്റ്റ് ഓഫ് ഫോഴ്സിബിൾ കൺവേർഷൻ്റെ കേസ് ഫയൽ ചെയ്യുവാനുള്ള അധികാരം UP ആൻറ്റി കൺവേർഷൻ ലോയിൽ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെങ്കിൽ ഈ മെയിൻ കേസ് രജിസ്റ്റർ ആയത് ചില തേർഡ് പാർട്ടീസ്, ചില റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് ആക്രമിക്കാൻ വന്ന ചില സംഘടനയുടെ ആൾക്കാരാണ് വന്ന് ആ കേസസ് രജിസ്റ്റർ ചെയ്തത്. UP പോലീസ് ഇത് മനസ്സിലാക്കുകയും ഞങ്ങൾ ഇതിനെ ചാലഞ്ച് ചെയ്യുകയും കോർട്ടിൽ ഈ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ഒക്കെ ചെയ്യുകയും ജാമ്യത്തിൻ്റെ സമയത്ത് ഇതിനെക്കുറിച്ച് പോയിന്റ് ഔട്ട് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ UP പോലീസ് അതിൽ ഇംപ്രൊവൈസ് ചെയ്യുവാൻ വേണ്ടി സബ്സിക്വൻറ്റ് FIRs ചില ആൾക്കാരെ യൂസ് ചെയ്തിട്ട് ഫയൽ ചെയ്യുവാനിടയായി. അതിൻ്റെ അകത്ത് അവർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, ഈ പ്രാവശ്യം എൻ്റെ മേലെ ഒരു കൺവേർഷൻ്റെ അറ്റംപ്റ്റ് നടന്നിട്ടുള്ള, അല്ലെ എന്നെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഫസ്റ്റ് FIRൽ നടന്ന എററിനെ റെക്ടിഫൈ ചെയ്യുവാൻ വേണ്ടി 5 FIRൽ ഏകദേശം ഈച്ച് FIRൽ 50-55 ആൾക്കാരെ നെയിം ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും ലോവർ കോർട്ടിൽ നിന്ന് ജാമ്യങ്ങൾ കിട്ടിയിട്ടില്ല, ഹൈക്കോർട്ടിൽ നിന്ന് വരെ ജാമ്യം കിട്ടിയില്ല. ഇവർക്കൊക്കെ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ സുപ്രീം കോർട്ട് വരെ പോയി ജാമ്യം എടുക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ ഈ FIRസിൻ്റെ ലീഗൽ ബേസിസ് ഇല്ല, അല്ലെങ്കിൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കോഷ് ചെയ്ത് കളയുവാനും പെറ്റീഷൻസ് സുപ്രീം കോർട്ടിൽ ഫയൽ ചെയ്യുവാനിടയായി. ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കൺക്ലൂഡ് ആയത്. അന്ന് തൊട്ട് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് റിസർവ്ഡ് ആയിരുന്നു. ആ ജഡ്ജ്മെൻറ്റാണ് ഇന്നലെ കോർട്ട് ഡെലിവർ ചെയ്യുവാനിടയായത്. ഇൻ എ നട്ട്ഷെൽ കോർട്ട് പറയുന്നത് ഒരു FIRും ലീഗൽ സ്റ്റാൻഡിങ് ഉള്ളതല്ല, എല്ലാം തന്നെ കോഷ് ചെയ്യപ്പെടണമെന്ന് പറഞ്ഞ് കോർട്ട് ഓർഡർ ചെയ്യുന്നു. ആൻറ്റി കൺവേർഷൻ ലോയിൽ രജിസ്റ്റർ ആയ എല്ലാ FIRസും സുപ്രീം കോർട്ട് കോഷ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ചില പീനൽ പ്രൊവിഷൻസ് ഉള്ള ഒരു FIRൽ ഇന്ത്യൻ പീനൽ കോഡിലെ ചില പ്രൊവിഷൻസ് ഉള്ളത് അത് ഇച്ചിരൂടെ സ്റ്റഡി ചെയ്യേണ്ടി, അസസ് ചെയ്യേണ്ടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ FIRലുള്ള വ്യക്തികൾക്ക് ഇൻ്ററിം പ്രൊട്ടക്ഷൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കോർട്ട് ഒരു ഒബ്സർവേഷനൂടെ പറയുന്നുണ്ട്. ഇന്നലത്തെ കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് ചില ഇമ്പോർട്ടൻറ്റ് കോൺസിക്വൻസസും റിപ്പർക്കഷൻസും ഉണ്ട്. എസ്പെഷ്യലി ഇന്നത്തെ ഒരു എൻവയറമെൻറ്റിൽ റിലീജിയസ് മൈനോറിറ്റീസിനെ ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ, എസ്പെഷ്യലി ക്രിസ്ത്യൻസിനെ ഫോഴ്സിബിൾ കൺവേർഷൻസിൽ ഇൻവോൾവ് ആയിരിക്കുക എന്ന് പറഞ്ഞ് അവരെ സിംഗിൾ ഔട്ട് ചെയ്യുന്ന ഒരു എൻവയറമെൻറ്റിൽ ഈ ഒബ്സർവേഷൻസിന് കോർട്ടിൻ്റെ ചില ഒബ്സർവേഷൻസ്, ഞാൻ എല്ലാ ഒബ്സർവേഷൻസും എടുത്തു പറയുന്നില്ല, ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, പക്ഷെങ്കിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കുവാനുള്ള ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒബ്സർവേഷൻസ് കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിലുണ്ട്. അതിന് ചില കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയാം, 3-4 കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. പോയിന്റ് നമ്പർ 1, കോടതി വളരെ ശക്തമായി പറയുന്നു, ഒരു വ്യക്തിയുടെ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുവാൻ ഉള്ള റൈറ്റ് അതൊരു പ്രൈവറ്റ് പേഴ്സണൽ അല്ലെ ഒരു സാങ്ക്രോസാങ്ക്ട് റൈറ്റ് ആണ്. അത് പാരാ നമ്പർ 117 പറയുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദിസ് ലിബർട്ടി ലൈസ് ഇൻ ദി ഇന്നർമോസ്റ്റ് ഡൊമെയിൻ ഓഫ് ഹ്യൂമൻ കോൺഷ്യൻസ് ആൻഡ് ഡിസിഷണൽ ഓട്ടോണമി to permit the initiation of criminal proceedings at the instance of strangers or unrelated third parties would amount to an imperceptible intrusion into this protected sphere of individual freedom and would open the door to frivolous or motivated litigations, thereby diluting the constitutional guarantees of personal liberty and freedom of religion. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കോടതി പറയുന്നത് ഇതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെ ഓൾറെഡി ഞാൻ വായിച്ച പാരയുടെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു തേർഡ് പാർട്ടി അല്ലെ റിലീജിയസ് എക്സ്ട്രീമിസ്റ്റിന് വന്നിട്ട് ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഫ്രീഡമിൽ വന്ന് ഇൻ്റർഫിയർ ചെയ്യുവാനുള്ള അധികാരമില്ല. നമ്മൾ കാണുന്നത് ഇന്ത്യ മൊത്തം പലയിടങ്ങളിലും ഈ മോബ് വയലൻസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ചർച്ച് ഒരു ആരാധനാലയത്തിൽ ഒരു
ഒരു പ്രാർത്ഥന നടക്കുന്ന ഇടത്തിൽ ഒരു മോബ് വരുവാണ്. അവർ വന്ന് അവിടുത്തെ പാസ്റ്ററിനെ, ഇവാഞ്ചലിസ്റ്റിനെ, അവിടെ ഇരിക്കുന്ന ലീഡേഴ്സിനെ വന്ന്, അല്ലെ സാധാരണ വിശ്വാസികൾ വന്ന് ബീറ്റപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവരുടെ അഗേൻസ്റ്റ് ഒരു കേസ് ഫയൽ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു സാധാരണ ട്രെൻഡ്, ഒരു പാറ്റേൺ. എല്ലാ FIRസും രജിസ്റ്റർ ആവുന്ന ഇങ്ങനെ തേർഡ് പാർട്ടീസ് വന്നിട്ട് ഓരോ റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസിൻ്റെ ലീഡേഴ്സ് വന്നിട്ട് അവരുടെ FIRലെ ടോപ്പിൽ തന്നെ അത് എപ്പോഴും അങ്ങനെ മെൻഷൻഡ് ആണ്. അവർ വന്നിട്ട് ഓരോ കേസാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അവരുടെ ബിഹെസ്റ്റിലാണ് ഈ കേസസ്. അല്ലാതെ ആരും ഇതുവരെ ഡയറക്റ്റ്ലി എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിങ്ങനെ കേസസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എൻ്റെ മേലെ ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആരും വന്നിങ്ങനെ ഫയൽ ചെയ്തിട്ടില്ല. എല്ലാം ഫേക്ക് കേസസ് ആണ് വന്ന് ഫയൽ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ കോർട്ട് ഈ പാര നമ്പർ 118 ഒരു ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻ പറയുന്നുണ്ട്. The statutory limitation on who may initiate proceedings therefore strikes a balance by ensuring that genuine grievances of those subjected to unlawful conversion are redressed while simultaneously safeguarding the autonomy, dignity, and liberty of individuals from unwarranted intrusion and misuse of criminal process under the pretext of protecting religious freedom by persons masquerading as custodians of religion prodded by oblique motivations. അപ്പം ഈ റിലീജിയൻ്റെ ചില കസ്റ്റോഡിയൻസ് വന്ന് അവർ ചെയ്ത് അവരുടെ ബിഹെസ്റ്റ് വന്ന് ചെയ്യുന്ന ഈ ടെൻഡൻസീസ് അല്ലെങ്കിൽ ഈ പ്രാക്ടീസസ് ഇത് അക്സെപ്റ്റബിൾ അല്ല എന്ന് കോർട്ട് പറയുന്നുണ്ട്. ഇത് എല്ലാം ഈ അഗ്രീവ്ഡ് പേഴ്സൻ്റെ ഡെഫിനേഷൻ്റെ കോണ്ടെക്സ്റ്റിലാണ് കോടതി, അന്ന് UPയുടെ ലോ അമെൻഡ് ആയിട്ടില്ല, UPയുടെ ആൻറ്റി കൺവേർഷൻ ലോ, ആ കോണ്ടെക്സ്റ്റിലാണ് ഈ കാര്യങ്ങളെ പറയുന്നത്. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കോടതി പറയുന്നത് UP പോലീസിൻ്റെ റോളിനെ കുറിച്ചാണ്. ഈ കേസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിൽ അതിനകത്ത് എനിക്ക് അധികം ഒന്നും പറയാനില്ല. കോടതി പറഞ്ഞ അതേ വേർഡ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. അത് പാര 138 ദി ഇൻഎസ്കേപ്പബിൾ കൺക്ലൂഷൻ that we are constrained to draw from such mechanical investigation and recording of statements is that of a severe lack of bona fides. UP പോലീസിൽ നിന്നുള്ള കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. It seems that the entire process of investigation was not an attempt to uncover the truth of the allegations, but rather to find ways to somehow substantiate the allegations leveled in the FIR. അപ്പോൾ സത്യത്തെ കണ്ട് എത്തുവാനല്ല പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അറ്റംപ്റ്റ് ചെയ്തത്, എങ്ങനെയെങ്കിലും FIRൽ എഴുതിയേക്കുന്ന കാര്യങ്ങളെ, ആലിഗേഷൻസിനെ, ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യുവാൻ വേണ്ടിയുള്ള എവിഡൻസ് ആണ് UP പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ത്രൂ കൊണ്ടുവരാൻ ശ്രമിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ച് കോടതി വളരെ ശക്തമായി പറയുന്നുണ്ട്. ഫൈനലി ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്, അത് നമ്മളെ എല്ലാം ബാധിക്കുന്ന, ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസിനെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം ബാധിക്കുന്ന, ഇൻ പാസിങ് കോടതി ഒരു റെഫറൻസ് പറഞ്ഞത്, ഞാൻ അതിനെ റീഡ് ഔട്ട് ചെയ്യുവാണ്. അത് വേർബട്ടിൻ തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാര 132 From a reading of, moreover, we do not find from a reading of the UP Conversion Act that organization of religious gatherings or doing charity work in the name of religion has also been made a criminal offense. No provision in the IPC prohibits such activities too. No irregularity in the funding of the organization from international sources has been pointed out. More so, in any case, in any such irregularity, a number of provisions of relevant legislations could have been invoked to deal with an erring organizations. However, none of such provisions have been invoked in the present case. Receiving foreign aid and carrying out charitable work, even in the name of religion, ipso facto is not a punishable offense under any of the legislations. ഈ ഫോറിൻ ഫണ്ട് ലഭിക്കുന്നു, ആ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടാക്കി, അത് റിലീജിയന് വേണ്ടിയാണെങ്കിലും ആ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടാക്കിയിട്ട് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു പ്രോബ്ലമാറ്റിക് നറേറ്റീവ് നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ മേലിൽ കോടതി വളരെ ക്ലിയർ, ഇത് വേൾഡ് വിഷനെ കുറിച്ചുള്ള ചില ഒബ്സർവേഷൻസ് ആണ് കോർട്ട് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒന്നും കോർട്ട് ഫൈൻഡ് ചെയ്യാതെ ഒരു ജനറൽ ഒബ്സർവേഷൻ ഇത് കോർട്ട് പറയുന്നത്, അത് എല്ലാ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസിലും അല്ലെ FCR ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്ന എൻറ്റിറ്റീസിന് എല്ലാവർക്കും ഇത് ബാധകമാണ്. റിസീവിങ് ഫോറിൻ എയ്ഡ് ആൻഡ് ക്യാരിങ് ഔട്ട് ചാരിറ്റബിൾ വർക്ക് even in the name of religion, ipso facto, is not a punishable offense under any of the legislations.